ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ. ഞായറാഴ്ച എന്ന് പറയുന്നത് എനിക്ക് ഒരു റീസെറ്റ് ഡേ കൂടിയാണ്. അടുത്ത ആഴ്ചയിലേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്ന ഒരു ദിവസമാണ്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സും ഒന്ന് റീസെറ്റ് ചെയ്യേണ്ട ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര പതുക്കെ എഴുന്നേറ്റ് കുറച്ച് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇന്നത്തെ ദിവസം നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിള്ളേരെ എഴുന്നേൽക്കാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യുന്നത്. മിക്കപ്പോഴും ഞായറാഴ്ചകൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും കേട്ടോ. പലപ്പോഴും ബ്രെഡും മുട്ടയും തന്നെയാവുക. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ആ പണികളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ബോക്സിൽ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുള്ളതുകൊണ്ട് മുട്ട പൊരിക്കാനൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇത് പിന്നെ നമ്മുടെ ചക്കര ഉരുക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് ചുക്കും അതുപോലെ തന്നെ കുരുമുളകും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ശർക്കര മേടിക്കാൻ കിട്ടില്ലേ, പനിയും ചുമയൊക്കെ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അത് ഉരുക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ചായയിൽ ചേർക്കുന്നത്. എല്ലാ ദിവസവും അല്ല കേട്ടോ, ഇടയ്ക്കൊക്കെ ഇത് ചേർക്കും. അപ്പോഴേക്കും പിള്ളേർ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അവർ വന്നാൽ പിന്നെ ഒരു ജഗ പോകുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മുട്ടയൊക്കെ റെഡിയായി. മുട്ട ഇങ്ങനെ നല്ല മുരിച്ചെടുക്കുന്നതാണ് ഇവിടെ ഇഷ്ടം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ബ്രെഡ് ഏഷ്യൻ ഫൈൻ്റെ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഏഷ്യൻ ഫൈൻ്റെ ബ്രെഡ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ബ്രെഡൊക്കെ ഒന്ന് ബട്ടറിൽ മൊരിച്ചെടുത്തു. പിള്ളേർക്കുള്ള ഒരു മുട്ടയെ അങ്ങ് പൊരിച്ചെടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും ഇല്ലാതെ ഒന്ന് പൊരിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോഴേക്കും പിള്ളേരവിടെ ടി വി കാണുന്ന പരിപാടിയൊക്കെ സെറ്റ് ചെയ്തു തുടങ്ങി. മോൻ മുട്ട കഴിക്കാത്തതുകൊണ്ട് തന്നെ അവന് പീനട്ട് ബട്ടർ വെച്ചിട്ട് ഒരു സാൻഡ്വിച്ച് അങ്ങോട്ട് റെഡിയാക്കി എടുത്തു. അപ്പോൾ പിള്ളേരുടെ ഓംലെറ്റും നമ്മുടെ ഓംലെറ്റും ഒക്കെ റെഡിയാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ സൺഡേകളിലാണ് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. മിക്കപ്പോഴും രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് 4 ആളും ഒരുമിച്ചുണ്ടാവാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ശനി ഞായറും പരമാവധി പറ്റുന്നിടത്തോളം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഒരു ടീം കളിക്കാൻ വേണ്ടിയിട്ടും ഒരു ടീമിനെ ഞാൻ പഠിക്കാനും വേണ്ടി ഇരുത്തിട്ടോ. മലയാളം ലെറ്റേഴ്സാണ് എഴുതുന്നത്. തീരെ ഇഷ്ടമില്ലാതെയാണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ എഴുതി കൂട്ടുന്നുണ്ട്. ഞാനൊരു സൈഡിലിരുന്ന് എഴുതാം കേട്ടോ. എഴുതുന്നത് വലിയ പഠിപ്പൊന്നുമല്ല. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ലിസ്റ്റാക്കി എഴുതി വെക്കുകയാണ്. പലരും ചോദിക്കാറുണ്ട് എന്തിനാ ഈ എഴുതുന്നത്, എഴുതിയിട്ട് എന്താ കാര്യം കിട്ടണമെന്ന്. പക്ഷേ ഇത് എഴുതിയിട്ട് അത് കഴിയുമ്പോൾ ഒരു ടിക്കിടുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഗെയിമുകളിയൊക്കെ കഴിഞ്ഞ് പഠിക്കാൻ വേണ്ടി എല്ലാവരും മേശയുടെ ചുറ്റോറം വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ മോനെ പഠിപ്പിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് അധികം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതൊരു യുദ്ധക്കളം പോലെയാണ്. ചീത്ത പറച്ചിലും എഴുത്തും കരച്ചിലും എല്ലാം അതിൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് മീൽ പ്രിപ്പ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ ചെയ്ത് വെച്ചില്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് തന്നെയാണ് പാട്. അപ്പം അതുകൊണ്ട് തന്നെ ഉള്ള പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വെച്ചു. പിന്നെ നമ്മുടെ ദോശ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി അതും വെള്ളത്തിലിട്ട് മൂടി വെച്ചു. പിന്നെ കുറച്ചധികം ശർക്കര മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതങ്ങ് ഉരുക്കി വെച്ചേക്കാം എന്ന് വിചാരിച്ച് അതും അങ്ങ് ഉരുക്കി വെക്കുകയാണ് കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കും. പിന്നെ എത്ര നല്ല ക്വാളിറ്റി ശർക്കര മേടിച്ചാലും അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നന്നായി അരിച്ച് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. എനിക്കിപ്പോൾ 1 കിലോ ശർക്കര ഒരുക്കിയപ്പോൾ ഇതുപോലെ 2 ഡബ്ബയിലേക്ക് ഉണ്ടായിരുന്നു. ഒരു വലിയ ഡബ്ബയും ഒരു കുഞ്ഞ ഡബ്ബയിലേക്ക് ഉള്ളതുണ്ടായിരുന്നു. ഇത് നമുക്ക് പലതിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് പനീർ ഇരുന്നായിരുന്നു. അതങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരാഴ്ചയ്ക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അത് ഫ്രൈ ചെയ്യാനാണെങ്കിലും ബട്ടർ പനീർ ഉണ്ടാക്കാനാണെങ്കിലും ഒക്കെ ഇത് അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് 2-3 കുഞ്ഞ് വഴുതനങ്ങയാണ് കേട്ടോ. വഴുതനങ്ങ വലിയ ഇഷ്ടമില്ലെങ്കിലും ഫ്രൈ ചെയ്താൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ വട്ടത്തിൽ ചെത്തി അതിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മുടെ ജീരകത്തിൻ്റെ പൊടിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് നന്നായി തിരുമ്മി ഒരു ബോക്സിൽ അടച്ച് വെച്ചാൽ നമുക്കൊരാഴ്ചയ്ക്ക് യൂസ് ചെയ്യാം. ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ആ പരിപാടി അങ്ങോട്ട് ചെയ്തു വെച്ചു. പിന്നെ എപ്പോഴും പണി കിട്ടുന്ന ഒരു വെജിറ്റബിളാണ് ഗോവയ്ക്ക. ഇപ്രാവശ്യം 1/2 കിലോ മേടിച്ചതിൽ 1/4 കിലോ ചോന്ന് പോയി കേട്ടോ. ഇതെപ്പോഴും ഇങ്ങനത്തെ ഒരു പണി കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ വേഗം ചെത്തി ഇതുപോലെ നീളത്തി ചെത്തി ഫ്രിഡ്ജിൽ വെച്ചു. മെഴുക്ക് വരട്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. പിന്നെ ഉണ്ടായിരുന്ന 2 പൊമഗ്രാനൈറ്റ് വേഗം തന്നെ എടുത്ത് തൊലി പൊളിച്ച് ഇങ്ങനെ കുരുക്കളാക്കിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ചുങ്ങിപ്പോവും. അത് അടർത്തി ഇങ്ങനെ ആക്കാൻ വേണ്ടി നല്ല മടിയാണ്. പിന്നെ നമ്മൾ സിനിമ കാണാനിരുന്നു. ഓടും കുതിര ചാടും കുതിര എന്ന ആ സിനിമയുടെ പേര്.
ഒന്നും മനസ്സിലായില്ല കേട്ടോ. നിങ്ങളെങ്ങനെ കണ്ടോ ഈ സിനിമ? എനിക്കൊരു ചുക്ക് മനസ്സിലായില്ല. അങ്ങനെ ഊണൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് ഈ അച്ചാറിനെ കുറിച്ച് ഓർമ്മ വന്നേ. ഇത് പ്രത്യേകിച്ച് കൂട്ടാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓടിപ്പോയി എടുത്തതാണ് സംഭവമെങ്കിലും ഇത് കൊള്ളാട്ടോ. തീരെ എണ്ണ ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു ഈത്തപ്പഴം അച്ചാറാണ്. ഒരു ഇവൻറ്റിന് പോയപ്പോഴാണ് ഞാനിത് മേടിച്ചത്. അതിൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ ഒന്ന് വിളിച്ച് നോക്കിയിട്ട് മേടിച്ചോളൂ കേട്ടോ. അതിനുശേഷം നമ്മുടെ ബാക്കി പരിപാടികളിലേക്ക് കടന്നു. ഇന്ന് ബെഡ്ഷീറ്റൊക്കെ മാറ്റേണ്ട ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഒരു ലോഡ് അങ്ങ് തിരുമ്പാനിട്ടു. അത് തിരുമ്പാനിട്ട് പോയി കിടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. പിന്നെ എണീറ്റ് നോക്കുമ്പോൾ ഏട്ടൻ ഇവിടെ ചായ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ അലവലാതി സാധനങ്ങളും ഇട്ടിട്ടാണ് കേട്ടോ ഏട്ടൻ ചായ ഉണ്ടാക്കാറ്. പട്ട, കരിയാമ്പൂ, ഏലക്കായ, കുരുമുളക് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുക. അതിൻ്റെ കൂട്ടിന് ഇന്ന് ഈ മോഡേണിൻ്റെ റോൾസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമായിരുന്നു. നമ്മുടെ സ്വീറ്റ്നർ പോലത്തെ ഒരു സാധനമാണ്. ഒരു വസ്തുവിന് കൊള്ളുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പാറക്കല്ല് മുറിക്കുന്ന ഫീലായിരുന്നു. ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. നല്ല മഴ പുറത്തിങ്ങനെ അടിച്ച് തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. പിന്നെ നമുക്ക് ഒരു ലോഡ് തുണി വിരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വിരിച്ചു. അപ്പോൾ എൻ്റെ കൂട്ടിന് ഇവള് എപ്പോഴും എൻ്റെ പിന്നാലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് റീഫില്ലിങ് പരിപാടികളാണ്. കുറേ സംഭവങ്ങൾ പകുതിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു, കുറേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചു. നമ്മുടെ മല്ലിപ്പൊടി, മുളക്, അങ്ങനത്തെ പരിപാടികളൊക്കെ. മുളക് ഞാൻ ഇതുപോലെ തോട്ട പൊട്ടിച്ച് വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കടുക് താളിക്കാനൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. പിന്നെ ഉണ്ടായിരുന്നത് ഈ ചട്നിപ്പൊടിയാണ്. എനിക്ക് ബ്രാഹ്മിൻസിൻ്റെ ചട്നിപ്പൊടിയാണ് ഏറ്റവും ഇഷ്ടം. അതാണ് കുറച്ചും കൂടി ടേസ്റ്റും ഉള്ളത്. അപ്പോൾ അതും ഇതുപോലെ ഒരു ഡബ്ബയിലാക്കി വെച്ചു. പിന്നെ നമ്മുടെ കിടക്കവിരി വിരിക്കാനുണ്ടായിരുന്നു പുതിയത്. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടു. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കിടക്ക വിരിക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് നമുക്കൊരു ചട്ടകം യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ മരത്തിൻ്റെ ഒരു ചട്ടകം വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ സൈഡൊക്കെ കയറ്റി നീറ്റാക്കിയിട്ട് വിരിച്ചെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത് തന്നെ ലുലുവിലുണ്ട്. ലുലു പോയി പിള്ളേർ ഈ ഗെയിമൊക്കെ കളിച്ചു. ഈ ഗെയിം കൊള്ളാം കേട്ടോ. നിങ്ങൾ ലുലു പോയി കളിക്കുകയാണെങ്കിൽ പിള്ളേരെ കൊണ്ട് ഇത് കളിപ്പിച്ച് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഞായറാഴ്ചത്തെ വിശേഷങ്ങളും അതുപോലെ അടുത്ത ആഴ്ചയ്ക്കുള്ള ഒരുക്കങ്ങളും. അപ്പോൾ തിരുവനന്തപുരം ഉറങ്ങുകയാണ്. അപ്പോൾ ഇതുപോലത്തെ വിശേഷങ്ങളും റൂട്ടീൻസൊക്കെ ഇഷ്ടമുള്ളവർ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.